മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ കേരളം. നിർമ്മാണ ചെലവ് കേരളം വഹിക്കും. തമിഴ്നാടിന് സ്ഥലം തീരുമാനിക്കാമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതിയ അണക്കെട്ടിനെ വീണ്ടും എതിർത്ത് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത് കേരളം. 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റെണ്ണത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കണമെന്നും ആവശ്യം. നിലപാട് മയപ്പെടുത്തി തമിഴ്നാട്. നിയമസഭ പാസാക്കിയ പ്രമേയത്തിലെ നിലപാട് ദക്ഷിണ മേഖലാ കൗൺസിലിൽ ആവർത്തിച്ചില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്ത് അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം. തുടർഭരണം കിട്ടിയത് തോൽവിക്കിടയാക്കിയെന്ന് ഡിവൈഎഫ്ഐ. സംഘടനാ പ്രവർത്തനത്തിന് യുവാക്കളെ കിട്ടാനില്ല. CJPയുടെ സമരത്തെ മാതൃകയാക്കണം. കഴിഞ്ഞ 10 വർഷം കാര്യമായ പ്രവർത്തനം നടത്താനായില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. മാപ്പു പറഞ്ഞതിന് ശേഷവും തന്നെ ലക്ഷ്യം വെച്ച് തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് ജാൻമണി ദാസ്. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാപ്പ ചുമത്തിയത് നെടുമ്പാശ്ശേരി പോലീസ്. ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10,015. ആകെ രജിസ്റ്റർ ചെയ്തത് 9,280 കേസുകൾ. ഏറ്റവും കൂടുതൽ കേസുകൾ കോഴിക്കോട് സിറ്റിയിൽ. മാസപ്പടി കേസിൽ ഹവാല ഇടപാടുമെന്നും സംശയം. വിദേശത്തേക്ക് വിളിക്കാൻ വീണ ടി മറ്റൊരാളിന്റെ സിം ഉപയോഗിച്ചു. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. പിണറായി വിജയന്റെ അഴിമതി പണമാണ് മകളുടെ അക്കൗണ്ടിലെത്തിയതെന്ന് BJP. തന്റെ അക്കൗണ്ട് വഴി പണം കൈമാറിയെന്ന വാർത്ത തെറ്റെന്ന് PA മുഹമ്മദ് റിയാസ്. മുട്ടിൽ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വിചാരണ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ചോറ്റാനിക്കര കോടതിയിൽ നാടകീയ രംഗങ്ങൾ. മാധ്യമങ്ങളോട് തട്ടിക്കയറി റോജി അഗസ്റ്റിൻ. മറ്റു പ്രതികൾ ഹാജരാവാത്തതിൽ കോടതിയുടെ വിമർശനം. കണ്ണൂരിൽ പന്നിക്കണിയിൽ വീണ പുലി ചത്തു. പുലിയെ പിടികൂടിയത് മയക്കുവെടി വെച്ച്. കെണിവച്ചവരെ തേടി വനം വകുപ്പ്. VK ശ്രീരാമന്റെ പുലികളിപ്പോസ്റ്റിൽ പ്രതിഷേധം. പുലിക്കളിയായി പുരുഷന്മാർ ശരീരത്തെ രൂപപ്പെടുത്തുന്നത് വൈകൃതമെന്ന് നടന്റെ പരാമർശം. പുലികളിയെ അധിക്ഷേപിച്ചെന്ന് പുലികളി സംഘം. പോസ്റ്റ് പിൻവലിച്ച് കലാകാരന്മാരോട് മാപ്പ് പറയണമെന്ന ആവശ്യം. നിലപാടിൽ ഉറച്ച് VK ശ്രീരാമൻ. തന്നെ കുടുക്കിയതെന്ന് വടകര MDMA കേസിലെ പ്രതി കാവ്യ. കീർത്തന പറയുന്നത് വിശ്വസിക്കരുതെന്ന് കാവ്യ ന്യൂസ് 18നോട്. കാവ്യയെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. കരുവാറ്റ കൊലക്കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ശനിയാഴ്ച പരിഗണിക്കും. കൊല ചെയ്യപ്പെട്ട ശിവൻകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. മലപ്പുറം തിരൂരിൽ യുവതിക്ക് സഹോദരി ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. മർദ്ദന ദൃശ്യങ്ങൾ പുറത്ത്. ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. കുടുംബ പ്രശ്നമാണ് മർദ്ദന കാരണമെന്ന് സൂചന. രാഷ്ട്രീയ വിവാദമാകുമോ ഖലീഫ? നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രമേയമാക്കി പൃഥ്വിരാജിന്റെ പുതിയ ചിത്രം ഖലീഫ. നയതന്ത്ര ബാഗേജിൽ നിന്നും സ്വർണം പിടിച്ചെടുക്കുന്ന രംഗം ചിത്രത്തിൽ. ആദ്യ ഷോയ്ക്ക് മികച്ച പ്രതികരണം. മുഖ്യമന്ത്രി കേരയിൽ സമരക്കാരെ മറന്നു. സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിച്ചില്ല. കോടതിയിൽ നിലപാട് പറയാതെ പ്രോസിക്യൂഷൻ. കോടതി കയറിയിറങ്ങി സമര നേതാക്കൾ. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിയെ കാണും.
കൊച്ചി മെട്രോ പേരുമാറ്റത്തിന് ഒരുങ്ങുന്നു. ഇനി കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ്. ശുപാർശ സമർപ്പിച്ച് KMRL. പ്രവർത്തനം വിപുലീകരിക്കുക ലക്ഷ്യമിട്ട് പുതിയ നീക്കം. എഥനോൾ ഉണ്ടാക്കാൻ കരിമ്പ് കൊണ്ടുപോകുന്നു. പഞ്ചസാര വിലയ്ക്ക് വൻ വിലക്കയറ്റം. 15 ദിവസത്തിനിടെ 6 രൂപ വില കൂടി. ഒരു വർഷത്തിനിടെ 13% വില വർധനവ്. പ്രതിസന്ധി രൂക്ഷമാക്കി കരിമ്പ് കൃഷിയും കുറയുന്നു. എയിംസ് കാസർകോട്ടേക്കോ? കാസർകോട്ട് എയിംസ് കൊണ്ടുവരാൻ നീക്കം ആരംഭിച്ച ജില്ലാ ഭരണകൂടം. പെരിയയിൽ 274 ഏക്കർ ഭൂമി കണ്ടെത്തി. ഭൂമി അനുയോജ്യമെന്ന് കാട്ടി സർക്കാരിന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്.